എന്താണ് ക്യാമ്പർ എന്ന് പറഞ്ഞാൽ? ക്യാമ്പറിന് മറ്റൊരു പേരുണ്ട്, അതായത് ക്രോസ് ഫാൾ എന്ന് പറയാം. ക്രോസ് ഫാൾ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് സ്ലോപ്പ് എന്ന് പറയാറുണ്ട്. ട്രാൻസ്വേഴ്സ് സ്ലോപ്പ്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ക്യാമ്പർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്യാമ്പർ അഥവാ ട്രാൻസ്വേഴ്സ് സ്ലോപ്പ് അഥവാ ക്രോസ് ഫാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു റോഡ് സർഫേസ് എടുത്തു കഴിഞ്ഞാൽ ആ റോഡ് സർഫേസ് ഏകദേശം ഈ രൂപത്തിലായിരിക്കും കാണാൻ സാധിക്കുക. അതായത് ചെറിയൊരു സ്ലോപ്പ് ഉണ്ടായിരിക്കും, ഒരു ചരിവുണ്ടായിരിക്കും അല്ലേ, ചെറിയൊരു ചരിവുണ്ടായിരിക്കും. നമ്മൾ റോഡ് നിർമ്മിക്കുമ്പോൾ ഇങ്ങനൊരു ചരിവ് കൊടുക്കാറുണ്ട്, ഇങ്ങനൊരു സ്ലോപ്പ് കൊടുക്കാറുണ്ട്. ഈ സ്ലോപ്പിനെയാണ് യഥാർത്ഥത്തിൽ ക്യാമ്പർ എന്ന് പറയണത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കർവ് പോലെയല്ലേ ഇരിക്കുന്നത്, ആണല്ലോ. അപ്പം ജസ്റ്റ് നോക്കാം, ഇതൊരു ഏത് ഷേപ്പാണ്? ഏകദേശം ഒരു കോൺവെക്സിറ്റി ഉണ്ടോ അല്ലേ? ഏകദേശം ഒരു കോൺവെക്സ് ഷേപ്പാണ്. നമ്മൾ കോൺകേവ് കോൺവെക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ ലെവലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. കോൺകേവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, കോൺവെക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഈ സർഫേസാണ് ഇങ്ങനെ ഇരിക്കുന്നത് കോൺകേവ്, കോൺവെക്സ് ഇങ്ങനെ ഇരിക്കുന്നത് കോൺകേവ് ആണ്. ഓക്കെ, എനിവേ നമ്മൾ ഈ രൂപം എന്ന് പറയുന്നത്, ഈ റോഡിൻ്റെ രൂപം എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് രൂപമാണ്. അപ്പോൾ ഒരു കോൺവെക്സിറ്റി ഉണ്ട്. ഓക്കെ, കോൺവെക്സിറ്റി പ്രൊവൈഡഡ് ടു ടോപ്പ് സർഫേസ്. നമ്മുടെ റോഡിൽ ടോപ്പ് സർഫേസിൽ കൊടുക്കുന്ന ഈ കോൺവെക്സിറ്റിനെയാണ് നമ്മൾ ക്യാമ്പർ എന്ന് പറയുന്നത്. ഈ ക്യാമ്പറിനെയാണ് നമ്മൾ ക്രോസ് ഫാൾ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് സ്ലോപ്പ് എന്നും പറയാറുണ്ട്. അപ്പം ക്വസ്റ്റ്യനിൽ ചോദിക്കാം, ദ കോൺവെക്സിറ്റി പ്രൊവൈഡഡ് ഓൺ ടോപ്പ് സർഫേസ് ഓഫ് ദി റോഡ് ഈസ് കാൾഡ്. ഓപ്ഷനിൽ ക്യാമ്പർ കാണത്തില്ല. നമുക്ക് ക്യാമ്പർ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, എല്ലാവർക്കും അറിയാം. മിക്കവാറും PSCക്ക് പഠിക്കുന്ന എല്ലാവരും ഈ ക്യാമ്പർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ക്യാമ്പർ എഴുതും. പക്ഷേ ക്യാമ്പർ ഓപ്ഷൻ ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ചിലപ്പോൾ ക്രോസ് ഫാൾ കാണും, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് സ്ലോപ്പ് കാണും. അപ്പോൾ ക്യാമ്പറിൻ്റെ മറ്റൊരു പേരാണ് ക്രോസ് ഫാൾ, ട്രാൻസ്വേഴ്സ് സ്ലോപ്പ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ക്യാമ്പർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്, ഈ ക്യാമ്പർ നമ്മൾ ഓക്കെ എന്താണെന്ന് പറഞ്ഞു. ഇനി അതിനുശേഷം എന്തിനു വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത്, അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സാധാരണ നമ്മൾ പ്രിഫർ ചെയ്യണത് ഒരു റോഡ് നമ്മൾ നേരെ നിർമ്മിക്കാനേ വിചാരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ. പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ വളഞ്ഞിങ്ങനെ കൊടുക്കുന്നത്? നമ്മളുടെ സർഫേസ് ഇങ്ങനെയാണെങ്കിൽ, ഇതാണ് നമ്മളുടെ ഗ്രൗണ്ട് ലെവലെങ്കിൽ, ഓക്കെ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവലെങ്കിൽ നമ്മളിവിടെയാണ് നമ്മുടെ റോഡ് നിർമ്മിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ റോഡ് ഏകദേശം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിർമ്മിക്കുന്നതിൻ്റെ എളുപ്പം. എന്തിനാണ് പിന്നെ ഇങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ഷേപ്പിൽ, അല്ലെങ്കിൽ ഒരു പാരബോളിക് ഷേപ്പിലോട്ട് പോയത്, അല്ലെങ്കിൽ ക്യാമ്പർ ഈ സ്ലോപ്പ് എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത്? ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ റോഡിൽ വെള്ളം കെട്ടി കിടക്കാൻ നമ്മൾ താല്പര്യം കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ താല്പര്യപ്പെടുമോ? ഇല്ല. നമുക്ക് റോഡിൽ വെള്ളം കെട്ടി കിടക്കുന്നത് നമ്മൾ പ്രിഫർ ചെയ്യത്തില്ല. അപ്പം വെള്ളം കെട്ട് ഒഴിവാക്കാൻ വേണ്ടി ഓക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സെൻട്രലായിട്ട് കുറച്ചിങ്ങനെ പൊക്കി കൊടുക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മളുടെ മഴവെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് സൈഡിലോട്ടായിരിക്കും പോവും. അപ്പോൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടത് 3 കാര്യങ്ങളാണ് ഇവിടെ. എന്താണ് ക്യാമ്പർ? ക്യാമ്പർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ക്യാമ്പർ എന്ന് പറഞ്ഞാൽ കോൺവെക്സിറ്റി. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്തിനു വേണ്ടി കൊടുക്കുന്നു, അതാണ് ഇമ്പോർട്ടൻറ്റ്. അത് ഡ്രെയിനേജിന് വേണ്ടിയിട്ട്. ഓക്കെ, ഡ്രെയിനേജിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മൂന്നാമതൊരു കാര്യം, ഈ ഒരു ഷേപ്പാണെന്ന് പറഞ്ഞാൽ ഏകദേശം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഏറ്റവും ടോപ്പിലൊരു പോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് സർഫേസിൽ ഏറ്റവും ടോപ്പ് പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിന് നമ്മൾ എന്ത് പേരാണ് പറയേണ്ടത്? ഏറ്റവും ടോപ്പിലെ ഈ പോയിന്റിന് പറയുന്ന പേരാണ് ക്രൗൺ. ഓക്കെ, ഈ ക്രൗണും നമ്മളുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്രൗണും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്മളുടെ ഗ്രേഡ് 2017 LSGD സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ എക്സാമിന് ചോദിച്ചതാണ്. അതായത് ഹയസ്റ്റ് പോയിന്റ്, ഓക്കെ ഹയസ്റ്റ് പോയിന്റ് ഓൺ ദി ക്യാമ്പർ. ഓക്കെ, ദി ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദി ക്രോസ് സെക്ഷൻ ഓഫ് എ ഹൈവേ, ദി ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദി ക്രോസ് സെക്ഷൻ. ഇത് നമ്മളുടെ ഒരു ക്രോസ് സെക്ഷൻ ആണ്. അപ്പം ഈ ക്രോസ് സെക്ഷൻ ഹയസ്റ്റ് പോയിന്റ് നമ്മൾ എന്ത് പേരാണ് പറയുന്നത്? അത് ക്രൗൺ ആണ്. അത് തെറ്റിപ്പോകരുത്. ഇനി നമ്മളുടെ ഈ നമ്മളുടെ ഈ ക്യാമ്പറില്ലേ, ഈ ക്യാമ്പറിലാണെങ്കിൽ ഇതാണ് നമ്മളുടെ റോഡ് സർഫേസിൽ ഇങ്ങനെയും കൊടുക്കാം. ഓക്കെ, ഇതിന് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ക്യാമ്പർ എന്നൊക്കെ പറയാറുണ്ട്. എനിവേ ഇപ്പം അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. പക്ഷെ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മൾ ഇങ്ങനത്തെ ഷേപ്പാണോ കാണുന്നത്, ഈ ഒരു ഷേപ്പായിരിക്കും നമ്മൾ കാണുന്നത്. ഇതിനെയാണ് നമ്മൾ പാരബോളിക് ഷേപ്പ് എന്ന് പറയുന്നത്, പാരബോളിക് സ്ലോപ്പ് എന്ന് പറയും. ഓക്കെ, പാരബോളിക്
ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, അതായത് ഹൈ സ്പീഡ് മൂവിങ് വെഹിക്കിൾസിനെ, ഓക്കെ, ഹൈ സ്പീഡ് മൂവിങ്, അതായത് വെഹിക്കിൾസിന് നല്ല സ്പീഡിൽ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് ഏത് തരം ക്യാമ്പർ ആയിരിക്കും? ഓക്കെ, ഇങ്ങനെയാണ് കൊടുക്കുന്നത് അതോ ഇങ്ങനെയാണ് കൊടുക്കുന്നത്? അതായത് പാരബോളിക് ക്യാമ്പർ നമ്മൾ കൊടുക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ സ്പീഡ് മൂവിങ് വെഹിക്കിൾസിന് എവിടെയാണോ വരുന്നത് അവിടെയാണ് നമ്മൾ ഈ പാരബോളിക് ക്യാമ്പർ കൊടുക്കുന്നത്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കേണ്ട ഇതാണ്. ഞാൻ പറഞ്ഞു വിവിധ ടൈപ്സ് ക്യാമ്പറുണ്ട്. അതിൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് 2 മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഒന്ന് പാരബോളിക്കും മറ്റൊന്ന് സ്ട്രെയിറ്റ് ലൈനും. എനിവേ ഈ സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വിട്ടേക്കാം. ജസ്റ്റ് ഇത് മാത്രം ഓർക്കുക. ഹൈ സ്പീഡ് മൂവിങ് വെഹിക്കിൾസിന് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഏത് ക്യാമ്പറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാരബോളിക് ആണ്. ആ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മുടെ IRC കുറേ റെക്കമെൻഡേഷൻസ് പറയുന്നുണ്ട്. IRC എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ റോഡ് കോൺഗ്രസ്. അത് എന്തിൻ്റെ ഫലമായിട്ടായിരുന്നു അത് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് രൂപീകരിച്ചത്? നമ്മളുടെ ജേഗർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിൻ്റെ ഫലമായിട്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ചരിത്രമൊക്കെ നമ്മൾ നോക്കിയതായിരുന്നു. എനിവേ നമ്മളിവിടെ കുറച്ച് സ്പെസിഫിക്കേഷൻസും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, IRCയുടെ ഇന്ത്യൻ റോഡ് കോൺഗ്രസിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ആണ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വിവിധതരം റോഡുണ്ട്. ഓക്കെ, കുറച്ച് റോഡ് ടൈപ്സ് പറയുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഹെവി റെയിൻഫോൾ ആണെങ്കിൽ ലൈറ്റ് റെയിൻ ആണെങ്കിൽ എങ്ങനെ? ഹെവി റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ഒരുപാടുള്ള ഏരിയ ആണ്. ഓക്കെ, ലൈറ്റ് റെയിൻ ആണെന്ന് പറഞ്ഞാൽ മഴ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് വിവിധ തരം റോഡ്സ് ഉണ്ട്. ഓക്കെ, റോഡ്സിനെ പറ്റി ഞാൻ വിവിധ തരം റോഡ്സ് ഉണ്ട്. ആ റോഡ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഇപ്പം പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഡെപ്തിലോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അവിടെയാണെങ്കിൽ ഈ ക്യാമ്പർ, ഓക്കെ, നമ്മളിപ്പം പറഞ്ഞ ഈ ക്യാമ്പർ എത്രയാണ് കൊടുക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എത്രയാണ് കൊടുക്കേണ്ടത് അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം സിമ്പിളി ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മളിപ്പോൾ ഒരു